ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിനെ തടഞ്ഞ് SFI പ്രവർത്തകർ. കൊല്ലം ചന്ദനത്തോപ്പ് ITIയിൽ വോട്ട് അഭ്യർത്ഥിക്കാനെത്തിയപ്പോഴായിരുന്നു സംഭവം. ITIയിൽ SFI ABVP സംഘർഷം. കണ്ണൻ നായർ വിവരങ്ങളുമായുണ്ട്. ഒപ്പം തന്നെ കണ്ണനൊപ്പം സ്ഥാനാർത്ഥി കൃഷ്ണകുമാറുമുണ്ട്. കണ്ണൻ, ഒന്ന് ഈ വോട്ട് ചോദിക്കാൻ എത്തുന്ന ആളെ എന്തിനാണ് തടയുന്നത്, എന്തിനാണ് അദ്ദേഹത്തെ തടഞ്ഞതെന്നുള്ള കാര്യം അറിയണം. ഒപ്പം തന്നെ ഈ SFI ABVP സംഘർഷം അവിടെ അവസാനിച്ചിട്ടുണ്ടോ, എന്താണ് ഉണ്ടായത് ITIയിൽ? അതുതന്നെയാണ് അക്ഷയ പ്രധാനപ്പെട്ട ചോദ്യം. വോട്ട് ചോദിച്ച് സ്ഥാനാർത്ഥികൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കയറുക എന്നുള്ളത് പതിവാണ്. അതിൻ്റെ പേരിൽ എന്തിനാണ് തടയുന്നതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാറുണ്ട്. എന്താ സംഭവിച്ചത്? ഞങ്ങൾ വോട്ട് അഭ്യർത്ഥിച്ച് ഇന്ന് പല സ്ഥലങ്ങളിലും പോയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെ ഈ കോളേജിലേക്കും വരുന്നു. അപ്പോൾ തൊട്ട് മുൻപ് ഇവിടെ വന്ന് മുകേഷും ശ്രീ പ്രേമേന്ദ്രൻജി എല്ലാവരും വന്ന് ഇവിടെ വോട്ട് ചോദിച്ച് പോയിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ വരുമ്പോഴത്തേക്ക് SFIയുടെ വിദ്യാർത്ഥികൾ കുറുകെ നിന്നിട്ട് കൃഷ്ണകുമാറിന് ഈ കോളേജിലേക്ക് പ്രവേശനമില്ല, നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിക്ക് ഈ കോളേജിലേക്ക് പ്രവേശനമില്ല. നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ഫാസിസം എന്ന് പറഞ്ഞ് ഉത്തർപ്രദേശിലോട്ടും ഗുജറാത്തിലും നോക്കി പറയുന്നവർ ഇവിടെ എന്താണ് നടത്തുന്നത്? ഇതാണ് റിയൽ ഫാസിസം എന്ന് പറയുന്നത്. അവിടെ ആർക്കും പോയി എന്ത് വ്യവസായം ചെയ്യുക, എല്ലാം ചെയ്യാം. ഇന്ന് വോട്ട് അഭ്യർത്ഥിച്ച് വന്ന കൃഷ്ണകുമാറിനെ ഇവിടെ തടയുന്നു. ഇതേ കോളേജിൽ തന്നെ അവിടെ ചെകുവേരയ്ക്ക് സ്വാഗതം എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു. ഏതോ നാട്ടിൽ ശ്രീ നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറിനെ തടയുന്നു. ഇതേ തുടർന്ന് SFIയുടെയും ABVPയുടെയും വിദ്യാർത്ഥികൾക്കും സംഘർഷം നടക്കുന്നു. എനിക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, കൊച്ചു കുട്ടികളാണ്, ഇപ്പോൾ പഠിക്കാനാണ് കോളേജിൽ വരുന്നത്. മാതാപിതാക്കൾ വളരെയധികം കഷ്ടപ്പെട്ട് യാതന അനുഭവിച്ചിട്ടാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇവിടെ വന്ന് പരിക്കേറ്റ് കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിയുടെ ജീവിതം പോയോ? കണ്ണിനെക്കെട്ടാണ് ഇടിച്ചത്, ഒരു കണ്ണ് പോയാൽ തീർന്നോ? ഇടിച്ച പയ്യന്റെ അവസ്ഥ ആലോചിക്കൂ. ഒരു പോലീസ് കേസ് വന്നാൽ ഒരു പാസ്പോർട്ട് പോലും കിട്ടത്തില്ല, ജീവിതം നാശമായി പോകും. അതുകൊണ്ട് തീർച്ചയായിട്ടും പോലീസ് തക്ക സമയത്ത് വന്നു, നമുക്ക് സുരക്ഷ നൽകിയിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഇതിനകത്ത് മനസ്സിലാക്കാൻ, അക്രമ രാഷ്ട്രീയത്തിലൂടെ ഒരിക്കലും ഒന്നും നേടാൻ കഴിയില്ല. കാരണം ഇതെല്ലാം പരാജയ ഭീതിയുടെതാണ്. കാരണം ഇന്നലെയാണ്, ഞാൻ വളരെ വൈകി എന്ന് പറഞ്ഞെങ്കിലും ഇന്നലെയാണ് നമ്മൾ വന്നതും ഇവിടെ ജനങ്ങൾ തന്ന സ്വീകരണം കണ്ടപ്പോൾ ആ സ്വീകരണത്തിൽ നിന്ന് ഒരു പരാജയ ഭീതി വരുന്നു. ഈ പരാജയ ഭീതിയെ തകർക്കുന്നത് അതായത് അവർ സംഘർഷത്തിലൂടെയല്ല. കാരണം നമ്മളൊന്നും അങ്ങനെ ഭയന്നോടുന്നവരല്ല, ഭയന്നോടേണ്ട കാര്യവുമില്ല. അവർ വന്നു, പ്രചരണം നടത്തിയത് മാത്രമല്ല. എനിക്ക് മനസ്സിലാവാത്തത്, ഈ കൊച്ചു കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് രാവിലെ 3 സ്ഥാനാർത്ഥികൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു, കുശലം പറഞ്ഞു. ഈ ഞങ്ങൾക്കില്ലാത്ത പ്രശ്നമാണോ ഈ വിദ്യാർത്ഥികൾക്ക്? പക്ഷേ ഇത് ആരാണ് ഇളക്കി വിടുന്നതെന്നറിയില്ല. കാരണം പരാജയ ഭീതി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ പിന്നിൽ നിന്ന് ആരോ ഈ പിള്ളേരെ ഇളക്കി വിടുകയാണ്. ഈ കൊച്ചുകുട്ടികൾ മനസ്സിലാക്കുന്നില്ല, ഇവരത് തിരിച്ചറിയണം. ഇവരുടെ ഭാവിയാണ് നശിക്കുന്നത്. ഈ നശിക്കാൻ പാടില്ല. കാരണം നരേന്ദ്രമോദിജിയുടെ പദ്ധതികൾ അതേപടി കേരളത്തിൽ കൊല്ലത്തും നടത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ആൾക്കാർ ഈ വിദ്യാർത്ഥികൾ അയക്കുന്നത്. ഈ വിദ്യാർത്ഥികൾ തിരിച്ചറിയണം, അവരുടെ ജീവിതത്തെയാണ് ഇത് ബാധിക്കുന്നത്. മാത്രമല്ല മാതാപിതാക്കൾ വളരെയധികം കഷ്ടതയും യാതന അനുഭവിച്ച് അല്ല, അതാണ് പറഞ്ഞത്, ഭയപ്പെടുത്തി അയക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇതെല്ലാം കണ്ടിട്ടാണ് വന്നത്. 55 വയസ്സുള്ളൊരു മനുഷ്യനാണ് ഈ ഭൂമിയിൽ. ഞാനും ഇതേപോലെ കോളേജിൽ MA വരെ പഠിച്ചതാണ്. ഇതിനും വലിയ സംഘർഷം കണ്ടിട്ടുണ്ട്. അന്ന് പേടിച്ചിട്ടില്ല, പിന്നെയാണ് ഇന്ന് പേടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു കാര്യം, ഇവിടെ BJPക്ക് ഒരു അട്ടിമറി വിജയത്തിന് സാധ്യത മുന്നിൽ കണ്ടപ്പോൾ ഇത്തരം അക്രമം അഴിച്ചുവിടുക, ഇത് തടയേണ്ടത് കേരള സർക്കാരാണ്. ശ്രീ പിണറായി വിജയൻ ഇത് ശ്രദ്ധിക്കണം.